അടുത്ത ഒരു സംഭവമാണ് നമ്മളെ സെറിബ്രൽ കോർട്ടക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഫങ്ഷൻസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫങ്ഷണൽ ഏരിയാസ് തന്നെ എഴുതിയാൽ മതി. പക്ഷേ നമുക്ക് അല്ലാതൊരു കാര്യം അറിഞ്ഞിരിക്കണം. നമ്മൾ സെറിബ്രൽ ഡോമിനൻസ് എന്ന് പറയും. അതായത് ഏത് ബ്രെയിനാണ് ഡോമിനൻ്റ് ആയിട്ടുള്ളത്, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ, അങ്ങനത്തെ ഒരു കാര്യം. അപ്പം എല്ലാ സെറിബ്രൽ ഒരു ഹെമിസ്ഫിയർ എപ്പോഴും എല്ലാ കാര്യത്തിലും, അതായത് നമ്മളുടെ ഹാൻഡഡ്നെസ് ആണ്, സ്പീച്ച്, പെർസെപ്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്പേഷ്യൽ ജഡ്ജ്മെൻറ്റ്, എല്ലാത്തിലും ഒരു സെറിബ്രൽ ഹെമിസ്ഫിയർ എപ്പോഴും ഡോമിനേറ്റ് ചെയ്യും. അതെപ്പോഴും ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും റൈറ്റ് ഹാൻഡഡ് ആണ്. ഇപ്പം ഞാൻ റൈറ്റ് ഹാൻഡഡ് ആണ്. അപ്പം റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരാൾക്ക് ലെഫ്റ്റ് ബ്രെയിൻ ആയിരിക്കും ഡോമിനൻറ്റ്. അപ്പം നമ്മളെ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം മെയിനായിട്ടും ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആയിരിക്കും ഡോമിനൻസ് കൂടുതൽ. ഡോമിനൻ്റ് ലോബ് കണ്ടെയ്ൻസ് ദി ബ്രോക്കാസ് ഏരിയ. ഇപ്പം നമുക്ക് അല്ലാതെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇപ്പം ഒരാളെ ബ്രോക്കാസ് ഏരിയ ഏത് ഹെമിസ്ഫിയറിലാണോ വരുന്നത് അതായിരിക്കും അയാളുടെ ഡോമിനൻ്റ് ഹെമിസ്ഫിയർ. അപ്പോൾ മിക്കവരുടെയും ബ്രോക്കാസ് ഏരിയ ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണെന്ന് നമുക്ക് കരുതാം. കാരണം അതുകൊണ്ടാണ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൂടുതൽ ഡോമിനൻസ് വരുന്നത്. പിന്നെ അടുത്തതാണ് രണ്ട് ലോബുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ, അല്ലെങ്കിൽ ആ ഒരു രണ്ട് ഹെമിസ്ഫിയർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ കൂടുതലും വെർബൽ, മാത്തമാറ്റിക്കൽ, അനലിറ്റിക്കൽ, സയൻറ്റിഫിക്, കാൽക്കുലേറ്റീവ്, കോൺഷ്യസ്നെസ്സുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. പോസിറ്റീവ് ഇമോഷൻസിനെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ. അതായത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ്, ഹാപ്പിനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസോസിയേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആയിരിക്കും. റൈറ്റ് ഹെമിസ്ഫിയർ ആണെങ്കിൽ ജിയോമെട്രിക്കൽ ഫിഗേഴ്സ്, അതായത് നമ്മളെ സ്ക്വയർ, ട്രയാങ്കിള്, സർക്കിള്, സ്ക്വയർ, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഇമാജിനേറ്റീവ് ആയിരിക്കും, കൂടുതലും ഇമാജിനേഷനിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നത്, ആർട്ടിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നത്, റിലീജിയസ് ആയിട്ടുള്ളത്. ടെമ്പറൽ സിന്തസിസ് ആൻഡ് സ്പേഷ്യൽ കോംപ്രഹെൻഷൻ, അതായത് ഈ സ്പേസ് എത്ര ആണെന്നൊക്കെ തിരിച്ചറിയാൻ. ഇപ്പം നമ്മളൊരു റൂമിലോട്ട് കയറാൻ പോകുമ്പോൾ ഈ വാതിലിൽ കൂടെ എനിക്ക് അപ്പുറം പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ സ്കൂട്ടർ ഇപ്പോൾ ഇതിനിടയിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ, അങ്ങനെയുള്ള സ്പേഷ്യൽ കോംപ്രഹെൻഷൻസ് എല്ലാം ചെയ്യുന്നത് റൈറ്റ് ഹെമിസ്ഫിയർ ആണ്. പിന്നെ ഫേസസ് ആൻഡ് ഫിഗേഴ്സ്, അതായത് ഒരാളെ മുഖം കാണുമ്പോൾ, ഇപ്പോൾ ഒരാളെ മുഖം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവണം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫേസ് വെച്ചാണല്ലോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതെൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ സിസ്റ്ററാണ്, ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, റെക്കഗ്നിഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് റൈറ്റ് ഹെമിസ്ഫിയർ ആണ്. പിന്നെ മ്യൂസിക് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആ മ്യൂസിക്കിൻ്റെ ടോൺ, അതൊക്കെ നമുക്കറിയാൻ പറ്റുന്നതെല്ലാം റൈറ്റ് ഹെമിസ്ഫിയറിലാണ്. പിന്നെ നെഗറ്റീവ് ഇമോഷൻസിനെയാണ് ഇയാൾ കൂടുതലും കോംപ്രഹെൻഡ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് പറയാറുള്ളത്, നമ്മളെ മെൻ എപ്പോഴും ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഡോമിനൻറ്റും വുമൻ എപ്പോഴും റൈറ്റ് ഹെമിസ്ഫിയർ ഡോമിനൻറ്റും ആയിരിക്കും. അടുത്തതാണ് ഡിസ്ക്രിമിനേറ്ററി ആസ്പെക്റ്റ്. അതായത് ആദ്യം നമ്മൾ പറഞ്ഞ സെറിബ്രൽ ഡോമിനൻസിനെ പറ്റി പറഞ്ഞു, അടുത്തതിന് ഡിസ്ക്രിമിനേറ്റീവ് ആസ്പെക്റ്റിനെ പറ്റി പറയാം. നമ്മളെ സെൻസറി ഫങ്ഷൻസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സെൻസറി കോർട്ടെക്സ് ആണ് നമ്മളെ സെൻസറി ഫങ്ഷൻസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന. അതായത് സ്പേഷ്യൽ റിലേഷൻഷിപ്പ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്, ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള സ്റ്റിമുലസ് വരുന്നതനുസരിച്ച് ഗ്രേഡഡ് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മളെ കാലിലൊരു ഉറുമ്പ് കടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നതനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മളെ എക്സ്റ്റേണൽ ഒബ്ജക്ട്സിനകത്തുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും തമ്മിൽ അറിയാൻ പറ്റുന്നത്. അതിപ്പോൾ ഒരു രണ്ട് സാധനം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുമല്ലോ, അങ്ങനെയുള്ള ഫങ്ഷൻസ് എല്ലാം നമ്മളെ കോർട്ടെക്സ് ചെയ്യുന്നുണ്ട്. അതായത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ അടുത്തതാണ് അസോസിയേറ്റീവ് ഫങ്ഷൻസ്. അതായത് അതായത് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇൻഫർമേഷൻസിനെ നമ്മളെ പാസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് എക്സ്പീരിയൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കാണ്, ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇൻഫർമേഷനെ നമ്മളെ പണ്ടത്തെ ഇൻഫർമേഷനുമായിട്ട് നമ്മൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പണ്ട് ഇങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ട്, പണ്ടത്തെ കാര്യം ഇങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഈ അസോസിയേറ്റീവ് ഫങ്ഷൻസ് ഉണ്ടായതാണ്. ഇപ്പോഴത്തെ പ്രസൻറ്റിലെ കാര്യവും നമ്മളെ പാസ്റ്റ് മെമ്മറി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്.